بسم الله الرحمن الرحيم صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1588 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാദ് വൽ ഖുർആനി ദിക്ർ ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ് കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം من قرن فنادوا ولا تهين مناس وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. صدق الله العلي العظيم. സൂറത്ത് സ്വാദിന്റെ ആദ്യത്തെ 10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലത്തെയോടെ നമ്മൾ ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കുകയുണ്ടായി. 1 മുതൽ 88 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കി. ഇനി ഈ സൂറത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളും അതിനോടുള്ള പ്രതികരണങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഏതാനും ചോദ്യങ്ങൾ, അത്ര വലിയ പ്രാധാന്യമുള്ളതൊന്നും അല്ല, ചില ചോദ്യങ്ങൾ ഈ
സൂറത്തിന്റെ പഠന പ്രക്രിയക്കിടക്ക് ഉയർന്നു വന്നതുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒരു സൂറത്താണ്. വിശേഷിച്ച് ഏറെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങൾ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ചരിത്ര സംഭവങ്ങളും അതിനോടൊക്കെ അനുബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ പരിമിതമായ എണ്ണം ചില ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. ഞാൻ ഇതിനകം അയച്ചു കിട്ടിയ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് സംബന്ധമായ വിശദീകരണം നൽകുന്നതിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം, ഒരു കവിയെയോ ഭ്രാന്തനെയോ ഒരു കവിക്കോ ഭ്രാന്തനോ വേണ്ടി ഞങ്ങൾ നമ്മുടെ ദേവന്മാരെ ഉപേക്ഷിക്കുമോ? ഈ ആയത്ത് ഒന്നുകൂടി വിശദീകരിക്കാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മള് ഈ സൂറത്തിലെ ആദ്യ ഭാഗത്ത് ഞാൻ ഇന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ട് മനസ്സിൽ രൂപപ്പെട്ടു വന്ന ചോദ്യമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഏകദേശം ആ ദിനങ്ങളിലാണ് ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒരു കവി അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ, അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഞങ്ങളുടെ ദേവന്മാരെ ഉപേക്ഷിക്കുകയോ എന്നാണ് മക്കയിലെ ജാഹിലിയ അറബികള് ആ ഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആൻ അത് അവരുടെ ഈ ചോദ്യം പല രൂപത്തിലായിട്ട് പലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച ഭാഗത്ത് സമാനമായ ഒരു പരാമർശം വരുന്നത് കാണാൻ കഴിയും. 5-ാമത്തെ ആയത്തിൽ ആ ജഅലൽ ആലിഹത ഇലാഹം വാഹിദ, നമ്മുടെ ഈ ദൈവങ്ങളെയൊക്കെ അയാൾ ഒരൊറ്റ ദൈവമാക്കി മാറ്റുകയായിരുന്നു എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് കാണാം. അതുപോലെ പിന്നീട് 1-2 ആയത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകനെ സാഹിറായിട്ട്, കേവലം ഒരു ജാലവിദ്യയോ അല്ലെങ്കിൽ ആഭിചാരക്രിയയോ ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ട് പരാമർശിച്ചുകൊണ്ട് അവർ പ്രതികരിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഈ പ്രയത്നവും അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൗത്യം ഒരു സിഹർ പ്രവർത്തനമായിട്ട്, അതുപോലെ അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെ കേവലം സിഹറായിട്ട് ഒക്കെ പറയുന്ന ഒരു രീതി. വഖാലൽ കാഫിറൂന, നിഷേധികള് 4-ാമത്തെ ആയത്തിന്റെ അവസാനത്തില് നിഷേധികള് നടത്തിയൊരു നിരീക്ഷണത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇയാളൊരു പെരുങ്കള്ളനായ ഈ അഭിചാരക്രിയ നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപ്പോ ഇത് സംബന്ധമായി ഒരു വിശദീകരണം നൽകണം എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കവി അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല ഘട്ടങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകൾ ഈ വിധത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മജ്നൂനാണ് എന്നൊക്കെയുള്ള പരാമർശം. ഷായർ എന്ന് പറഞ്ഞ കവി, ഭ്രാന്തൻ എന്നാണ് മജ്നൂൻ എന്ന വാക്കിന്റെ അർത്ഥസൂചന. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ആ ജീവിത ദർശനം അതിന്റെ അർത്ഥസൂചനകളെയും അതിന്റെ വ്യാപ്തിയെയും ഒന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ അവര് ഔട്ട്റൈറ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സാഹിറാണ്, അല്ലെങ്കിൽ ഒരു ഷായിറാണ്, അതല്ലെങ്കിൽ ഒരു മജ്നൂനാണ് എന്ന വിധത്തിൽ പരാമർശിക്കുന്നു എന്നതാണ് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ആയിരുന്നില്ല. ഒട്ടുമിക്ക പ്രവാചകന്മാരും ഇതുപോലെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരിക്കലും തന്നെ അവർ മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിന് എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടായിരുന്നത് കൊണ്ടല്ല.
ആളുകള് അവർക്ക് വിപ്രതിപത്തിയുള്ള ഒരു ജീവിത ദർശനം ആയിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അവരതിനെ പിന്തുണക്കണ്ട എന്ന്, അതിനോടൊപ്പം നിൽക്കേണ്ട, അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നേരിടുക എന്നതാണ്, അതിനെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരിടുക എന്നതാണ് ഒട്ടും സത്യസന്ധതയില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത് എന്നതാണ് വസ്തുത. ഇത് നമ്മള് ഇങ്ങനെ സാധ്യതയുണ്ടോ? ഇപ്പോ ഒരു ഭ്രാന്തും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കവിയുടെ സ്വഭാവമൊന്നും പ്രകടിപ്പിക്കാതെ, ഒരു ജാലവിദ്യക്കാരന്റെയോ ആഭിചാരക്രിയ ചെയ്യുന്ന ആളുടെയോ ഒന്നും ലക്ഷണങ്ങളില്ലാത്ത ഒരാളാണ് എന്ന അവസ്ഥയിൽ ആരെങ്കിലും അദ്ദേഹത്തെ സാഹിർ എന്ന് വിളിക്കുകയോ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം ആലോചിച്ച് നോക്കാം. പക്ഷെ അതാണ് വസ്തുത. ആളുകൾ അതിപ്പോഴും നമുക്ക് കാണാം. വളരെ നിസ്തുലമായ വിധത്തിൽ തന്നെ നന്മ ആഗ്രഹിക്കുന്ന, സമൂഹത്തിന്റെ ഗുണകാംക്ഷയോടുകൂടി, സമൂഹത്തിനോടുള്ള ഗുണകാംക്ഷയോടുകൂടി പല പ്രയത്നങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സമൂഹത്തിന് വലിയ നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടിലും ഇതുപോലെയുള്ള കടുത്ത ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ രാജ്യദ്രോഹികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ അക്രമികളോ ആയി മുദ്രകുത്തി അവര് പറയുന്നത് കേൾക്കാൻ പോലും സന്നദ്ധത കാണിക്കാത്ത ഒരു സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ ഒരു പ്രകൃതം ആണിത് എന്ന് പറയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവായിട്ടാണ് പെരുമാറുക. അങ്ങനെ അറബിയിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, മനുഷ്യന് അവൻ അറിയാത്തതിന്റെ ശത്രുവാണ് എന്ന നിലക്കുള്ള. അപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ചില മൂഢമായ വിശ്വാസങ്ങളുമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ മൂഢവിശ്വാസത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ, അതിന്റെ ആ പുറന്തോടൊന്ന് പൊട്ടിച്ച് തല വെളിയിലോട്ടിട്ട് ഒന്ന് നോക്കാനും കാണാനും ഒക്കെ സന്നദ്ധമാകുമ്പോൾ മാത്രമേ അവര് വളരെ വലിയ അബദ്ധമാണ് പിന്തുടർന്നു പോന്നിരുന്നത് എന്നത് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ ഈ പ്രതികരണങ്ങൾ അവര് നടത്തുന്ന സമയത്ത് ഒന്നുകിൽ അകാരണമായി ഉണ്ടായിട്ടുള്ള എതിർപ്പും ശത്രുതയും ഒക്കെ പ്രകടിപ്പിക്കാൻ അവരൊരു രീതി കണ്ടെത്തുകയാണ്. അതാണ് ഒരു തലമെങ്കിൽ. മറുവശം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആ ജീവിത ദർശനം എത്ര മഹത്തരമായതും എത്രത്തോളം സത്യത്തിൽ അധിഷ്ഠിതമായതുമാണ് എന്നത് മനസ്സിലാക്കാൻ അവർക്കൊരു അവസരം ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അവരതിനെ കുറിച്ച് ആലോചനയുള്ളവരായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു കവിയാണ് അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാണ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഭാവനയിൽ വല്ലതും കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കവിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കാലങ്ങളായിട്ട് പൂജിച്ചു വരുന്ന ദേവന്മാരെ കൈയൊഴിയുകയോ, ഞങ്ങൾക്ക് അത് ഒരിക്കലും സാധ്യമല്ല. അതല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ വർത്തമാനം കേട്ടിട്ട് അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യുകയോ എന്നാണ് ഈ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അടിസ്ഥാനരഹിതമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കവിത രചിക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്ന ആ പ്രായത്തിലൊന്നും അങ്ങനത്തെ യാതൊരു കവിതാ രചനയും നടത്തിയിട്ടില്ല. അവരെ ആരെയും ഒന്നും കേൾപ്പിച്ചിട്ടില്ല എന്നത് അവർക്കറിയാം. അതുപോലെ ഭ്രാന്തിന്റെ ലക്ഷണമുള്ള യാതൊരു പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ഉന്നതമായ ആശയങ്ങളാണ്, വളരെ യുക്തിഭദ്രമായ കാര്യങ്ങളാണ്. ഇതിനെ ഒരിക്കലും തന്നെ ഒരു ഭ്രാന്തന്റെ ജൽപ്പനം എന്ന നിലക്ക് പരാമർശിക്കാൻ പാടില്ല, അത് കഴിയില്ല. ഇവര് അങ്ങനെ നടത്തുന്നത് ഇവർ അതിനോട് ഹോസ്റ്റൈലാണ് എന്നതുകൊണ്ടാണ്. അവരുടെ പല താല്പര്യങ്ങളും അവർ ശീലിച്ചു വന്ന പല സംഗതികളും ഇതിനോട് യോജിക്കുന്നതല്ല എന്നതിനാൽ
അവര് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു സംഗതിയിലേക്ക് നീങ്ങുന്നു എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിനോടുള്ള ഒരു പ്രതികരണമായിട്ട് പറയാനുള്ളത്. ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയുടെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടില്ല. ഒരു ഭ്രാന്തന്റെ ലക്ഷണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. ഒരു ആഭിചാരക്രിയ ചെയ്യുന്ന ആളുടെ ഒരു തലത്തില് അദ്ദേഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ആഭിചാരക്രിയ എങ്കിൽ ഭൂമുഖത്ത് അങ്ങനെ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും, ആഭിചാരക്രിയ ചെയ്യുന്നവനായിട്ട്. കാരണം ബാക്കിയുള്ള ആഭിചാരക്രിയകൾ ചെയ്തിരുന്നവര് കാണിച്ചിരുന്ന സംഗതികള് ഇതിന്റെ ബഹുദൂരം അകലെ പോലും വെക്കാൻ യോഗ്യതയില്ലാത്ത സംഗതികളായിരുന്നു എന്നത് നമുക്ക് ആഭിചാരക്രിയയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ട് ആ സംഗതി ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം, മക്ക വിജയം മനസ്സുകളുടെ മേലുള്ള വിജയമായിരുന്നില്ല, അതിന് യുദ്ധത്തിലൂടെ കീഴടക്കുന്നത് വരെ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല എന്നത് ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ദുർബലതയല്ലേ തുറന്നു കാട്ടുന്നത് എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. മക്ക വിജയം ഒന്നും ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് ചർച്ചയിൽ വന്നിട്ടില്ല. അത് അങ്ങനെ പരാമർശിക്കപ്പെടുന്ന എന്നൊരു വിഷയമല്ല. ഒരുപക്ഷെ ഇതിലെ ചില പ്രവചന സൂചനകള് പരാമർശിച്ചുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞോ എന്നറിയില്ല. എന്തായാലും ഈ വിഷയം നേരിട്ട് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടതല്ല. ഈ ചോദ്യം ഉന്നയിച്ച ആള് എവിടുന്നോ എന്തൊക്കെയോ കേട്ടുകൊണ്ട് ഒരു ചോദ്യം അങ്ങ് എറിഞ്ഞിട്ട് പോയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്റെ പ്രതികരണം ഇതിനോടുള്ളത്, മക്ക വിജയം മനസ്സുകളുടെ മേലുള്ള വിജയമായിരുന്നില്ല എന്ന് പറഞ്ഞത് തീർത്തും അവാസ്തവാണ്. ഒന്ന്, മക്ക വിജയത്തിന്റെ ആ മുന്നേറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ സംഘം അനുയായികളുമായിട്ട് മക്കയിലേക്ക് വന്ന ആ സംഭവം, അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം ആരംഭിച്ച് 13 വർഷം മക്കയിൽ പിന്നിട്ട് പിന്നെ വീണ്ടും മദീനയിലായിട്ട് 7-8 വർഷം പിന്നിട്ട 8-9 വർഷം ഒക്കെ പിന്നിട്ട ആ ഘട്ടത്തിലാണ് ഈ മക്ക വിജയം സംഭവിക്കുന്നത്. അപ്പൊ അത് ഒരു സൈനിക ഓപ്പറേഷൻ പോലെയുള്ള ഒരു യുദ്ധസന്നാഹത്തോടു കൂടിയുള്ള ഒരു വരവായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഉണ്ടായിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ മക്കയിലെ ആളുകള് അവരുടെ ഒരു കാരണം, അവരുടെ മാനം കാത്തുകൊണ്ട് ഇസ്ലാമിന്റെ പക്ഷത്തേക്ക് വരാനുള്ള ഒരു കാരണം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയോളം അവർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചില ദുരഭിമാന ചിന്തകൾ മാത്രമായിരുന്നു തടസ്സമായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇത്രയും കാലം എതിർപ്പ് കാണിച്ച്, നബിയോട് ശത്രുത കാണിച്ച്, സത്യമാർഗത്തിൽ രംഗത്ത് വന്ന ആളുകളോട് യുദ്ധം ചെയ്ത് അവരെ ഒരുപാട് ദ്രോഹിച്ച് ഇനിയിപ്പോ എങ്ങനെ ആ പക്ഷത്തേക്ക് നീങ്ങും എന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് പേര്. അതുപോലെ പ്രബലരായ പല ആളുകളും ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിലകൊള്ളുമ്പോ ദുർബലരായ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് നീങ്ങും എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശങ്കയുമായി കഴിഞ്ഞിരുന്ന ഒരുപാട് ആളുകൾ. ഇങ്ങനെയൊക്കെയായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്ന, മക്ക വിജയഘട്ടത്തില് ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ. അതുപോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മിക അധ്യാപനങ്ങൾ പിന്തുടരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലാത്ത തരം ആളുകൾ കുറെ പേര് അതും. അങ്ങനെ എല്ലാ നിലക്കും ഇസ്ലാമിന് കീഴ്പ്പെടാൻ ആ സമൂഹം അനിവാര്യമായ ഒരു ഘട്ടത്തിൽ എത്തിയ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മക്ക വിജയം ഉണ്ടാവുന്നത്. അവിടെ ആയുധം കൊണ്ട് ഒരു പട്ടണം കീഴടക്കി കൈക്കലാക്കുകയല്ല ഉണ്ടായിട്ടുള്ളത് എന്നത് ചരിത്ര വസ്തുതയാണ്. നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹജ്ജിന് വരുന്നത് അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്നത് തടഞ്ഞ് ഒരു സംഭവവുമായിട്ട് ആ ഹുദൈബിയ സന്ധിയുടെയൊക്കെ തുടർച്ചയായിട്ടാണ് പിറ്റത്തെ വർഷമാണ് ഈ മക്ക വിജയം ഉണ്ടാവുന്നത്. അത് ഒരിക്കലും തന്നെ
ഒരു സൈനിക ഓപ്പറേഷന്റെ ഒരു സ്വഭാവം ആയിരുന്നില്ല അതിനുണ്ടായിരുന്നത്. ആളുകള് നേരത്തെ തന്നെ മാനസികമായി പരിവർത്തനത്തിന് പാകപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നതാണ് കൂടുതൽ ആളുകളുടെയും അവസ്ഥ. മറ്റുള്ള ആളുകള് ചില അവരുടെ ചില അഹന്തകളും അല്ലെങ്കിൽ ദുരഭിമാന ബോധവും ഒക്കെ കാരണമായിട്ട് അതിന് കൂട്ടാക്കാതെ നിന്നിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഉദാരമായ സൗമ്യമായ നിലപാടുകളുടെ കാരണമായിട്ട് അവര് മക്ക വിജയത്തിനെ തുടർന്ന് ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇത് മനപരിവർത്തനമല്ല, മനസ്സുകളുടെ മേലുള്ള അല്ലെങ്കിൽ മനസ്സുകളെ ഇസ്ലാമിക ദർശനം കീഴടക്കിയതല്ല എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ചരിത്ര വസ്തുതയല്ല. അവരൊക്കെ തന്നെ പിന്നീട് ഇസ്ലാമിന്റെ ആളുകളായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ഭൗതികമായ സ്വാർത്ഥമായ താല്പര്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളിൽ അവശേഷിക്കുന്നൊക്കെ ഉണ്ടാവും. ഒരു പക്ഷെ പിന്നീട് രൂപപ്പെട്ടു വന്ന ഒരുപാട് സങ്കീർണതകൾക്ക് കാരണമായിട്ടുള്ളതും അവര് വേണ്ടത്ര സംസ്കരണ പ്രക്രിയക്ക് വിധേയമായിട്ടില്ലാത്തതിന്റെ പേരിൽ അത്തരം ആളുകളുടെ നിലപാടുകളിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്നതായിരിക്കണം എന്നും നമുക്ക് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അത് യുദ്ധത്തിലൂടെ കീഴടക്കിയതല്ല മക്ക. അത് അതേ സമയത്ത് മക്കയിൽ നിന്നുള്ള ഖുറൈശികളുടെ സൈനിക പടപ്പുറപ്പാട് പലപ്പോഴും മദീനയിലേക്ക് പലായനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അനുയായികളെയും സംബന്ധിച്ചിടത്തോളം സൈനികമായി തന്നെ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അനിവാര്യമായ ഒരു സംഗതിയുമാണ്. ഏത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള സർവൈവലിന് വേണ്ടിയുള്ള പോരാട്ടം ന്യായമായ ഒരു സംഗതിയാണ്. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതില് സമർപ്പണ ബോധവും അതുപോലെ കൂടുതൽ പ്രയത്നത്തിന് മുതിരുന്ന ആളുകളും അതുപോലെ അതിനു വേണ്ട യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ തന്ത്രങ്ങൾ കൂടുതൽ സമർത്ഥമായി പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നതിന് അതിൻ്റെതായ ഫലം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ എല്ലാ നിലക്കുള്ള സഹായവും അവരുടെ പോരാട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. അപ്പോ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ദുർബലതയല്ലേ ഇത് എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇത് തുറന്നു കാണിക്കുന്നത് എന്ന ചോദ്യം യഥാർത്ഥത്തില് ഈ ചോദ്യം തന്നെ അപ്രസക്താണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ദുർബലത ഇത് വെളിപ്പെടുത്തുന്നില്ല. പിന്നെ ഏത് സംവിധാനത്തിന്റെയും ഏത് പൂർണ്ണമായ അബദ്ധമാണ് അല്ലെങ്കിൽ തീർത്തും അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ സംവിധാനങ്ങളുടെയോ ആചാരങ്ങളുടെയോ പോലും ഒരു ഹാങ് ഓവർ അങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കും. എന്തെങ്കിലും ഒരു ചരിത്രപരമായ ശ്രദ്ധേയമായ ഒരു കാരണം ഉണ്ടാകുമ്പോഴാണ് പിന്നെ അത് പൂർണ്ണമായിട്ട് കൈയൊഴിയപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ സതി എന്നത് ഒരു തിന്മയാണ് എന്ന് സതി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ തന്നെയും മനുഷ്യർക്ക് അറിയാം. അത് ശരിയായ ഒരു നടപടിയല്ല എന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുന്നത് അത് സംബന്ധമായ ഒരു നടപടിയും തീരുമാനമൊക്കെ ഉണ്ടാവുമ്പോഴാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അത് പൂർണ്ണമായിട്ട് ഇല്ലാതെ ആയിക്കൊള്ളുന്നില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞാല് ഈ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ഈ എന്താണ് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ദുരാചാരം ഉണ്ടല്ലോ, ഗൗറി. ഇത് തെറ്റാണെന്നുള്ളത് സമൂഹത്തില് പരക്കെ ബോധ്യമുള്ള ഘട്ടത്തിലും അതിങ്ങനെ നിലനിന്നുകൊണ്ടേ പോകും. നിയമപരമായിട്ട് അത് തടയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിയമനിർമ്മാണം ഉണ്ടാവുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായിട്ട് വിപാടനം ചെയ്യപ്പെടുക. മദ്യപാനവും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ മദ്യപാനം തെറ്റാണെന്ന് അറിയാം, പുകവലി തെറ്റാണെന്ന് പരക്കെ അറിയാം, എങ്കിൽ പോലും നിയമപരമായി അതിന് വിലക്കുണ്ടാകുന്നത് വരെ അതങ്ങനെ നിലനിന്നുകൊണ്ട് പോകും. ഇതുപോലെയൊക്കെ തന്നെയാണ് മക്കയിലെ നിഷേധികളുടെ നിലപാടും ഉണ്ടായിരുന്നത്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും സത്യം ഉൾക്കൊള്ളാനും അത് ആ സത്യത്തോട് ഒപ്പം നിൽക്കാനും ഒക്കെ മാനസികമായി സന്നദ്ധത ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഒരു നടപടി അത് സംബന്ധമായി ഉണ്ടാകുമ്പോഴാണ് ആ പ്രോസസ്സിന് ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുക. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമിന്റെ
ദുർബലതയല്ല. ചില ആളുകൾ അല്ലെങ്കിൽ ദുർബലമായ മാനസിക നിലപാടുള്ള ആളുകള് അങ്ങനെയുള്ള ശക്തമായ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത് വരെ അങ്ങനെ കാത്തു നിൽക്കും. അത് അവരുടെ ഒരു രീതിയാണ്. എല്ലാ കാര്യങ്ങളിലും അവരങ്ങനെയൊക്കെ തന്നെയാണ്. ആചാരങ്ങള്, ശീലങ്ങള്, അതുപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല സമ്പ്രദായങ്ങൾ, ഇതൊക്കെ തന്നെ ഇല്ലാണ്ടാവണമെങ്കിൽ, പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവണമെങ്കിൽ നല്ല കരുത്തുള്ള രാഷ്ട്രീയമായ മേധാവിത്വമുള്ള ആരെങ്കിലുമൊക്കെ അതങ്ങ് പൂർണ്ണമായി വിലക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോഴാണ് ആ എല്ലാവരും അതിന് വിധേയപ്പെട്ടുകൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് വരിക. ഇല്ലെങ്കില് ബുദ്ധിപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവര്, ധൈര്യമുള്ളവര്, ഒരു മാറ്റത്തിന് വേണ്ടി ഒരു മുൻകൈ എടുക്കാൻ സന്നദ്ധതയുള്ളവരൊക്കെ ആദ്യം അങ്ങനെ ആ പ്രക്രിയയിലേക്ക് പോവുമെങ്കിലും ബാക്കിയുള്ളവര് അങ്ങനെ അതിൽ ക്ലിങ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇത്ര തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ചരിത്ര വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇസ്ലാമിന്റെ ദുർബലതയല്ല, ചില ആളുകളുടെ നിലപാടുകളിലെ ദൗർബല്യവും ഒക്കെ കാരണമായിട്ട് അവരെങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. അതല്ലാതെ ഇസ്ലാമിക വിശ്വാസം അവർക്ക് യുക്തി തലത്തില് ബോധ്യമാകാത്തത് കൊണ്ടല്ല എന്നതാണ് വസ്തുത. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ബഹുദൈവത്വം എന്നത് മഹാ അബദ്ധമായ ഒരു ആശയമാണ് എന്നത് ബുദ്ധിപരമായിട്ട് മനസ്സിലാകാത്തവരല്ല ഈ നാട്ടിലുള്ള ആളുകളൊന്നും. ഇവരൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് സംസാരിച്ചാൽ ബഹുദൈവത്വം അടിസ്ഥാനരഹിതമായ ഒരു സംഗതിയാണ് എന്നത് മനസ്സിലാക്കുന്നവരും അത് സമ്മതിക്കുന്നവരും ഒക്കെയാണ്. ഞങ്ങള് ചില പ്രതീകാത്മകമായ രൂപങ്ങളെ സ്വീകരിക്കുക മാത്രമാണ്, മനസ്സിനെ കേന്ദ്രീകരിക്കാൻ എന്നൊക്കെയുള്ള ന്യായങ്ങള് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവർക്ക് യഥാർത്ഥത്തിൽ ആ ബഹുത്വത്തിൽ വിശ്വാസമില്ല. ഈ വിഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ ബഹുദൈവങ്ങളിലോ ഒന്നും തന്നെ അവര് വിശ്വസിക്കുന്നില്ല. മറിച്ച് അതൊക്കെ ഒരു ശീലത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു എന്നേ ഉള്ളൂ എന്നത് കാണാൻ കഴിയും. മക്കയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ കഅബയിലെ വിഗ്രഹങ്ങൾ എടുത്ത് മാറ്റുന്നത് വരെ അതങ്ങനെ നിലനിന്ന് പോകും. ആരെങ്കിലും അതിൽ ഇടപെട്ട് ആ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ അത് ഇല്ലാതെയാവുള്ളൂ. അതിന്റെ സ്വാഭാവികതയാണ് എന്നതാണ് വസ്തുത. അപ്പൊ അത് സൈനികമായിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ആയിരുന്നില്ല എന്നത് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാം, അത്രയേനും വഴിയുള്ളൂ. മറ്റൊന്ന്, ഞാൻ കമന്റിൽ ഇടുന്ന സംശയങ്ങൾ മൂലം ആരുടെയെങ്കിലും വിശ്വാസം ഇളക്കും എന്ന് തോന്നുന്നുണ്ടോ? അത്രക്ക് ദുർബലമാണോ ഇസ്ലാമിക വിശ്വാസം എന്നാണ് ഇവിടെ ഒരാള് ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം. വളരെ എന്താ പറയാ, കൗതുകം ഉണർത്തുന്ന ഒരു ചോദ്യമാണ്. ഈ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകള് അല്ലെങ്കിൽ വീട്ടിൽ കഴിയുന്ന ആളുകള് വളരെ ശക്തരാണ് എന്ന് കരുതിയിട്ട് ആരും കതക് എല്ലായ്പ്പോഴും തുറന്നിടാറില്ല. അത് വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം, അവരുടെ പ്രൈവസി, ഇങ്ങനെ പല സംഗതികൾക്കും അത് വേണ്ടിവരും, കതക് അടച്ചിടേണ്ടി വരും. ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും അപ്രസക്തമായതും അല്ലെങ്കിൽ സഭ്യതയില്ലാത്തതും, ചില കമന്റുകള് ആളുകളിൽ അനാവശ്യമായിട്ടുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണ് എങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ആ കമന്റ് ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്യും. കാരണം ഇത് തുടക്കത്തില് പലതവണ ആവർത്തിച്ചുന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നമ്മളെ വേദിയില് ഇത് കേൾക്കാൻ വേണ്ടി പുതിയ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ടാകും. അപ്പൊ ഈ സംഗതികള് ഈ പുതിയ ആളുകൾക്ക് വേണ്ടി ആവർത്തിച്ച് വിശദീകരിക്കുമ്പോൾ നേരത്തെ ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരുപാട് 2-3 വർഷങ്ങളിലേറെ ആയല്ലോ ഈ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ പലതവണ കേട്ടിട്ടുള്ള ആളുകൾക്ക് അത് മടുപ്പുളവാക്കുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യങ്ങൾ പ്രസക്തമാണെങ്കിൽ പരിഗണിക്കും. ഇസ്ലാമിന്റെ വിശ്വാസം അത്ര ദുർബലമായതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുകയല്ലല്ലോ വേണ്ടത്, കുറഞ്ഞു വരികയല്ലോ വേണ്ടത്. അങ്ങനെയല്ല ഉണ്ടാവുന്നത്. നിങ്ങളെ പരിശോധിച്ചാൽ മതി. അപ്പോ അത് ദുർബലമായതുകൊണ്ടല്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു രോഗബാധയുണ്ട്. ആ രോഗബാധ മാറണമെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ നോക്കി കാണുന്ന
ഒരു രീതിയിലേക്ക് വരണം. ഒരു മനസ്സിലൊരു സംഗതി ലോഡ് ചെയ്ത് വെച്ചിട്ട് അതിനവിടെ സ്ഥിരപ്രതിഷ്ഠ നൽകിയിട്ട് നിങ്ങളിങ്ങനെ കുറെ കസർത്ത് നടത്തിയത് കൊണ്ട് സത്യം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ബുദ്ധിയെ സ്വതന്ത്രമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി സ്വതന്ത്രമാക്കി വിട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും. അപ്പോൾ മറ്റൊരു ചോദ്യം, ഖുറൈശികൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ വിൽപ്പനക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ ആക്രമിച്ച് സ്വത്തുക്കളും പണവും പതിയിരുന്ന് കൊള്ളയടിക്കുന്നത് സൽക്കർമ്മമാകുമോ എന്നാണ് ചോദ്യം. ഇത് ബദറിനെയോ ഉഹദിനെയോ ഒക്കെ പരാമർശിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബദർ യുദ്ധത്തിന് പശ്ചാത്തലം ഇതുപോലെയുള്ള ഒരു സംഗതിയാണ്. ഒരു കച്ചവട സംഘം മടങ്ങുന്ന ഘട്ടത്തിലാണ്. പക്ഷെ അത് ചരിത്രത്തിന്റെ തുടക്കമായിരുന്നില്ല. കുറെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയിട്ടുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ അനുഭവങ്ങളുടെ ആദ്യത്തെ ഒരു സംഗതി, ഒരു എപ്പിസോഡും ആയിരുന്നില്ല അത്. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തു പോകാൻ നിർബന്ധിതരായ ആളുകള് അവരോട് ഇതപര്യന്തം ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ നേരിടാൻ ഏറ്റവും യുക്തിപൂർവകമായ തന്ത്രപരമായ ഒരു അവസരം കൈവന്നത് പ്രയോജനപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത് എന്നതാണ് വസ്തുത. അവിടെ കൊള്ളയടിക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. പക്ഷെ ഇത് തന്ത്രപരമായ ഒരു നീക്കമാണ്, സ്വാഭാവികമാണ്. 10-13 വർഷക്കാലം മക്കയിൽ ദുരിതം അനുഭവിച്ച ആളുകള് പലായനം ചെയ്ത് മദീനയിൽ എത്തിയിട്ട് അവരെ മദീനയിൽ പോലും സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നിലപാടും മക്കയിലെ ആ പ്രമാണിമാര് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ അവരെ നേരിടാൻ ഏറ്റവും യുക്തിഭദ്രമായ ഏറ്റവും ഫലപ്രദമായ നയങ്ങളും നിലപാടുകളും ഒക്കെ മദീനയിലേക്ക് പോയ ആളുകൾ സ്വീകരിക്കും. അതിന് യാതൊരു കുഴപ്പമില്ല. അത് അവരുടെ അർഹതയാണ്, അവകാശമാണ്. അവരെ തടഞ്ഞു നിർത്തുക എന്നതും അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കുക എന്നുള്ളതും അത് അതിന്റെ സ്വാഭാവികമായി വന്നു ചേരുന്ന യുദ്ധത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. യുദ്ധം ന്യായമുള്ളതായിരുന്നോ എന്നത് നിങ്ങൾ പഠിച്ചു നോക്കൂ. 13 വർഷങ്ങള് ഈ ആളുകളോട് അവർ ചെയ്ത ദ്രോഹത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത്, അവർക്ക് സ്വന്തം നാട്, അവര് ജീവിക്കുന്ന ആ ചുറ്റുപാട് നഷ്ടപ്പെടുന്ന വിധത്തിൽ അവരോട് ദ്രോഹം അഴിച്ചു വിട്ടുകൊണ്ടിരുന്നതിന് എന്ത് പ്രതികരണമാണ് നിങ്ങളുടെ യുക്തിബോധത്തിൽ രൂപപ്പെടുന്നത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ അടിസ്ഥാനരഹിതമായ ഒരു ആശയം ലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള പഴുത് തേടി നടക്കുകയാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. മറ്റൊരു കാര്യം, ഇസ്ലാമിൽ പറയുന്ന സൽക്കർമ്മങ്ങളും ആക്രമവും വിചിത്രമായതാണ്. മതത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അക്രമം. ഇത് ആധുനികതയ്ക്ക് ചേർന്ന സമീപനമാണോ എന്നാണ് ചോദ്യം. മതത്തിൽ വിശ്വസിക്കുക എന്നുള്ള ഇസ്ലാമിക മായ വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ അവന്റെ വിജയത്തിനുള്ള മാർഗമായിട്ട് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അള്ളാഹുവിലും അവന്റെ ദൂതനിലും പാരത്രിക ജീവിതത്തിലും അതുപോലെ രക്ഷാശിക്ഷകളിലും മരണാനന്തരമുള്ള നരകസ്വർഗങ്ങളിലൊക്കെ വിശ്വാസമുള്ളവരാവുക എന്നത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന സംഗതിയാണ്. അതാണ് വിജയത്തിനുള്ള ഉപാധി. പക്ഷെ ഇത് ചെയ്യാൻ ഇസ്ലാം ആരെയും നിർബന്ധിക്കുകയോ ചെയ്യാത്തതിന്റെ പേരിൽ ആരെയും ആക്രമിക്കുകയോ ഒരിക്കലും തന്നെ ചെയ്യുകയില്ല. അതേ സമയത്ത് ചെയ്യുന്ന ഇസ്ലാമിലേക്ക് വരുന്നതിന് ജനങ്ങൾക്ക് തടസ്സമാകുന്ന വിധത്തില് ഒരു അധികാര സംവിധാനം അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാം നേരിട്ടു എന്ന് വരും. അത് ജനങ്ങളുടെ അവകാശമാണ്. സത്യം കണ്ടെത്തലും ആ സത്യത്തെ പിൻപറ്റാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകലും ഒക്കെ ജനങ്ങളുടെ പ്രാഥമികമായ അവകാശമാണ് എന്നതിനാൽ തന്നെ അതിന് അനുവദിക്കാത്ത വിധത്തില് വിശ്വാസമാർഗത്തിന് തടസ്സമുണ്ടാക്കി നിൽക്കുന്ന അധികാര ശക്തികളെ ഇസ്ലാം നേരിട്ടു എന്ന് വരും. അത് ഔചിത്യം അനുസരിച്ച് നേരിടുകയോ അല്ലെങ്കിൽ നയപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകും. അത് ആധുനികതയ്ക്ക് ചേർന്നതാണോ
ഈ സമീപനം എന്ന് ചോദിച്ചാൽ ഈ ആധുനികത എന്ന പേരിൽ നിങ്ങൾ പറയുന്ന ആ നിലപാടും ജീവിത വീക്ഷണവും ആണോ യഥാർത്ഥത്തിൽ മനുഷ്യന് ചേർന്നത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് ചേർന്നതാവില്ല. ചരിത്രത്തിന്റെ ചില ഘട്ടങ്ങളില് ആധുനിക എന്നതോ ഉത്തരാധുനികത എന്നതോ അതുപോലെയുള്ള എന്തെങ്കിലും ലേബൽ കൊടുത്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ യൂറോപ്യൻ സമൂഹത്തില് പടിഞ്ഞാറൻ സംസ്കാരത്തിലൊക്കെ ആഘോഷിക്കപ്പെടുന്ന വിധത്തിലുള്ള പല ജീവിത വീക്ഷണങ്ങളും ഉണ്ട്. ഈ ജീവിത വീക്ഷണങ്ങളാണ് ഒരു പക്ഷെ ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ചത് എന്നത് പലരും കരുതുന്നുണ്ടാവും. പക്ഷെ അതാവില്ല മനുഷ്യന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പൊ ആധുനികത എന്നോ ഉത്തരാധുനികത എന്നതോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സംസ്കാരത്തിന് അവര് ശീലിച്ചിട്ടുള്ള സംഗതികൾ എന്ന നിലക്കുള്ളതോ ആവുക എന്നതല്ല മനുഷ്യന് യോജിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ശരിയും അതാവുകയില്ല. അതുകൊണ്ട് ആധുനികതയ്ക്ക് ചേരുവല്ലേ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഒരു സംഗതി വേണോ വേണ്ടേ എന്നത് തീരുമാനിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം. അപ്പോ ഇസ്ലാം അങ്ങനെ ആരെയും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആരെയും നിർബന്ധിക്കുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന്റെ പേരിൽ അവരെ ആക്രമിക്കുകയും ചെയ്യുകയില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു അധികാര സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഔചിത്യം അനുസരിച്ച് ഇസ്ലാം അത്തരം അധികാര സംവിധാനങ്ങളെ നേരിട്ടെന്ന് വരും. അതാണ് അത് സംബന്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ നിലപാട്. ഇനി മറ്റൊരു ചോദ്യം, അഴുകിയ ജലവും തിളച്ച വെള്ളവും ദാഹിച്ചു കഴിയുന്ന അവിശ്വാസം എന്ന തെറ്റ് മാത്രം ചെയ്ത മനുഷ്യർക്ക് കൊടുക്കുന്ന അള്ളാഹു എങ്ങനെയാണ് കരുണാനിധി എന്ന പ്രശംസക്ക് അർഹനാകുന്നത് എന്നതാണ്. ഈ സൂറത്തിലെ ഹമീമും വഗസാഖ് എന്ന പ്രയോഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സംസാരം, ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഹമീം എന്ന് പറഞ്ഞ ചുട്ടുപൊള്ളുന്ന എന്നൊരു സംഗതി, ഗസാഖ് എന്ന് പറഞ്ഞ അങ്ങേറ്റത്തെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വിധത്തിലുള്ള ഒരു ദ്രാവകം. ഇത് മനുഷ്യരുടെ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച അഴുകിയ ജലവും തിളച്ച വെള്ളവും എന്നൊക്കെയുള്ളത്. നരകത്തില് സത്യനിഷേധികളായി ജീവിച്ച് മരിച്ചു പോയ ആളുകൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നത് പ്രതീകാത്മകമായ വിധത്തിൽ വ്യക്തമാക്കപ്പെടുകയാണ് ഇവിടെ. അത് അഴുകിയ ജലമായാലും തിളച്ച വെള്ളമായാലും അതൊക്കെ നമ്മൾ അതിനെ ഫെമിലിയർ ആയ ചില സംഗതികളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയില്ല ഈ ഹമീം എന്താണ്, റസാഖ് എന്താണ് എന്നതൊന്നും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെ ദാഹിച്ചു കഴിയുന്ന ആളുകൾക്ക് ഇത് കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന അള്ളാഹുവിനെ കരുണാനിധി എന്ന പ്രശംസക്ക് അർഹനാക്കുന്നത് എങ്ങനെയാണ്, അവൻ അർഹനാകുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. അള്ളാഹു കരുണാനിധി മാത്രമാണ് എന്ന വിധത്തില് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു കടുത്ത നടപടി സ്വീകരിക്കുന്നവനാണ്, ദുൻതിഖാമാണ് എന്നതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കടുത്ത നടപടി അർഹിക്കുന്നവർക്ക് അതിന് ഉചിതമായ സന്ദർഭത്തിൽ കടുത്ത നടപടി സ്വീകരിക്കുന്നവൻ തന്നെയാണ്. ഷദീദുൽ ഇഖാബാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇതൊക്കെ അള്ളാഹിന്റെ വിശേഷണം തന്നെയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണമാകുമ്പോൾ പോലും കാരുണ്യം എന്ന വിശേഷണമാണ് അള്ളാഹുവിൻ്റെത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതാണ് ഖുർആന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹുവിനോട് ഏറ്റവും വലിയ ധിക്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ രക്തധമനികളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള എത്രയോ ഡിസ്കംഫർട്ടോ പെയിനോ ഒന്നും അനുഭവിക്കാതെ അവർ കംഫർട്ടബിൾ ആയിട്ട് കഴിയുന്നുണ്ടാവും. ഇതൊക്കെ തന്നെ ദൈവിക കാരുണ്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. കൈ ഉയർത്താൻ കഴിയും, കാല് ഉയർത്താൻ കഴിയും, നടക്കാൻ കഴിയും. എവിടെയെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ അവിടെ വിരലുകളൊന്ന് തടവാനോ ചൊറിയാനോ മാന്താനോ ഒക്കെ കഴിയും. ഇതൊക്കെ പടച്ചതമ്പുരാന്റെ കാരുണ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട്
എന്നാൽ കാരുണ്യം എന്നത് മാത്രമല്ല അള്ളാന്റെ ഒരു വിശേഷണം. അള്ളാഹുവിന് ഒട്ടേറെ വിശേഷണങ്ങൾ ഖുർആനിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അവയുടെ കൂട്ടത്തിൽ കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നതും പ്രതിക്രിയ നടത്തുന്നവൻ എന്നൊക്കെ തന്നെ ഉള്ള വിവരണങ്ങൾ കൂടി കാണാൻ കഴിയും. ഇതൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു ചോദ്യം, നരകഭീതി പടർത്തി മതം പരത്തുന്ന അള്ളാഹു ഒരു ദൈവം തന്നെയാണോ അതോ ഒരു കിരാത ശക്തിയാണോ എന്നതാണ്. മനുഷ്യന് സത്യത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്ന ആളെ, അല്ലെങ്കിൽ മനുഷ്യന് ജീവിതം നൽകിയ പോലെ തന്നെ ജീവിത മാർഗദർശനവും നൽകിയ അവന്റെ സ്രഷ്ടാവിനെ ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തു പേരാണോ വിളിക്കേണ്ടത് അത് നിങ്ങൾ വിളിച്ചോളൂ. അത്രേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അങ്ങ് അയച്ച് അവന് ജീവിതം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗദർശനം നൽകാതെയാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചയച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ എന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോ നരകഭീതി പടർത്തുന്നത് അതില്ലാത്തൊരു സംഗതിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കാം. നരകം എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലോ ഈ ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മാത്രമല്ല, നരകത്തിലേക്ക് വീഴേണ്ടി വരുന്ന വിധത്തിൽ അതിന്റെ വക്കില് വന്ന് നിൽക്കുന്ന ഘട്ടത്തില് നിങ്ങൾക്കും ഇത് ബോധ്യപ്പെടും. ഇത് പടച്ചവൻ നേരത്തെ എല്ലാവരെയും അറിയിക്കുകയും ഇതിനെക്കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തത് എത്രയോ ആളുകൾക്ക് ഉപകരിച്ചു. എന്റെ പൊട്ടത്തരം കൊണ്ട്, എന്റെ മണ്ടത്തരം കൊണ്ട് എനിക്കത് ഉപകരിച്ചില്ല എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത്രയും കാലം കാത്തു നിൽക്കണോ അതല്ല ഇപ്പൊ തന്നെ കാര്യത്തില് തീരുമാനം എടുക്കണോ എന്നതൊക്കെ നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനത്തിന് വിടുകയാണ്. അപ്പോ ഇതൊരു കിരാത ശക്തിയാണോ അല്ലെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് അതിന്റെ വിവരണം ഉണ്ടാവുക. നമ്മൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നതുപോലെയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആണോ അതല്ല നിങ്ങൾ പറയുന്ന പോലെ കിരാത ശക്തിയാണോ എന്നൊക്കെയുള്ള വിവരണത്തിന് നമ്മൾ പരിഗണിക്കുക. അത് നിങ്ങളുടെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന് ഞാൻ വിടുകയാണ്. മറ്റൊന്ന്, ഒരു ചോദ്യം, അള്ളാഹു ഈശ്വരനെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല എന്ന പേരിൽ ഇങ്ങനെ സ്വന്തം സൃഷ്ടികളെ പീഡിപ്പിക്കുകയില്ല. അപ്പൊ സ്വന്തം സൃഷ്ടികളെ പീഡിപ്പിക്കുകയില്ല എന്ന് പറയുമ്പോ ഈ അള്ളാഹുവിന്റെ സ്വന്തമല്ലാത്ത സൃഷ്ടികൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? സകലതും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളോട് നീതി പുലർത്തുക എന്നതാണ് സ്രഷ്ടാവ് എന്ന നിലയ്ക്ക് അള്ളാഹു ചെയ്യേണ്ട ഒരു കാര്യം. സൃഷ്ടികളുടെ കൂട്ടത്തില് അള്ളാഹുവിന്റെ കരുണയും ആർദ്രതയും അനുകമ്പയും ഒക്കെ ലഭിക്കേണ്ടവര്, അതിനുള്ള അർഹതയുള്ളവരുണ്ട്. അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം ഏറ്റുവാങ്ങാനുള്ള അർഹതയുള്ളവരുണ്ട്. കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഒരേപോലെയുള്ള പാരിതോഷികങ്ങളും സമ്മാനവും പ്രതിഫലവും കാരുണ്യവും പ്രതിപത്തിയും അതുപോലെ ആർദ്രതയും ഒരുപോലെ ചൊരിഞ്ഞു കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് തോന്നുക? നിങ്ങൾ തീരുമാനിച്ചോളൂ. എന്ത് അക്രമം ചെയ്ത ആൾക്കും അതുപോലെ ഒരുപാട് സഹനം അവലംബിച്ചുകൊണ്ട് സത്യത്തിനും നന്മക്കും വേണ്ടി നിലക്കൊണ്ട ആൾക്കും അള്ളാഹു കൊടുക്കുന്നത് ഒരേ റിവാർഡാണ് എന്നാണോ വേണ്ടത്? ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതാണോ നിങ്ങളുടെ വീക്ഷണകോണില് അല്ലെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തലിൽ ശരിയായ നടപടി? അങ്ങനെയാണോ ദൈവം ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പിക്കാവുന്നതാണ്. ഞാനത് വിടുകയാണ്. അപ്പോ ഇതൊക്കെ ഒരു കോമൺ സെൻസിന്റെ പ്രശ്നമാണ്. ഈ ചോദ്യങ്ങൾ പോലും ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നതാണ് വസ്തുത. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാദില് 8 ചോദ്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നത്. ആ ചോദ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഈ ചോദ്യോത്തര സെഷൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സൂറത്തിന്റെ പഠനം നാളെ ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.